BJP രൂപീകരണത്തിന് മുൻപ് ഉള്ള ഒരു ബന്ധമാണ് ഈ രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ സംസ്ഥാന സെക്രട്ടറി ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് മാറിപ്പോയി എന്ന് തോന്നുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഈ അവസാന മണിക്കൂറിൽ നിലമ്പൂരിൽ. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വളരെ പരിഹാസ രൂപേണ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം വരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ അത് മാറ്റി പറയേണ്ടി വരുന്നു. സ്ഥാനാർത്ഥിക്കും തിരുത്തേണ്ടി വരുന്നു, LDF സ്ഥാനാർത്ഥിക്കും തിരുത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണം ആ വിഷയത്തിൽ നൽകേണ്ടി വരുന്നു എന്നതാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം. അതിനപ്പുറം സജിത്ത്, ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. സ്ഥാനാർത്ഥികൾ ഏറ്റവും അവസാനം അവരുടെ വോട്ടുകൾ ഉറപ്പിക്കാനായി വോട്ടർമാരെ നേരിൽ കാണുന്ന ദിവസം കൂടിയാണ്. നമുക്കറിയാം, ഒരു പ്രചരണം അസാധ്യമാകും വിധം വലിയ രീതിയിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത്. പല വിഷയങ്ങൾ മാറി മറിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. ഈ അവസാന മണിക്കൂറുകൾ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? സ്വാഭാവികമാണ്, നിശബ്ദ പ്രചരണ ദിവസം. അന്ന് കൂടുതൽ പരസ്യ നീക്കങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇന്ന് പരസ്യ നീക്കങ്ങൾ മുന്നണിക്ക് മണ്ഡലത്തിന് പുറത്ത് ഈ വിവാദത്തിൽ നടന്നു എന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്പസമയത്തിനുള്ളിൽ BJPയും ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. കാരണം ജനസംഘം കാലത്ത് അന്ന് BJPയുടെ ആദ്യകാല രൂപമായ ജനസംഘവുമായുള്ള സഹകരണമാണ് പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ PK കൃഷ്ണദാസ് കൂടി ഈ വിഷയത്തിൽ ഏറ്റെടുക്കുകയാണ്. BJP കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥികൾ പൊതുവിൽ വോട്ടർമാരെ കൂടുതൽ നേരിൽ കാണുന്നതിന് വേണ്ടിയാണ് സമയം ചെലവഴിച്ചിരിക്കുന്നത്. നിലമ്പൂരിൻ്റെ മുക്കിലും മൂലയിലും അവസാന വട്ടവും ഓടിയെത്താനുള്ള തിരക്കിലാണ്. ഒപ്പം മുന്നണി സംവിധാനങ്ങൾ, പാർട്ടി അണികൾ നാളത്തെ പോളിംഗ് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളിലും സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യം കാലാവസ്ഥയുണ്ട്. കാരണം മഴ ശക്തമായി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് നിലമ്പൂരെ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്ന പ്രശ്നമുണ്ട്. കാരണം മോശം കാലാവസ്ഥയിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്താതെ മാറി നിന്നാൽ അത് തങ്ങളെ ബാധിച്ചേക്കാമെന്ന വിലയിരുത്തൽ ഇരു മുന്നണികൾക്കുമുണ്ട്. അതുകൊണ്ടുകൂടി വളരെ ജാഗ്രത ഇക്കാര്യത്തിൽ കാട്ടുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാൽ പോലും വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ, ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ അവർ നടത്തിയിട്ടുണ്ട്. അത് നാളെ ഏറെ ഫലവത്തായി നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ നിലമ്പൂരിൻ്റെ ജനവിധിയുടെ പ്രത്യേകതകൾ നമ്മൾ മുമ്പ് പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തതാണ്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നതിനപ്പുറം നിലമ്പൂർ ഫലത്തിന് കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ, രാഷ്ട്രീയ പ്രത്യാഘാത സാധ്യതകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നയിക്കുന്നവരെ സംബന്ധിച്ചും നിർണായകമാണ്. സ്ഥാനാർത്ഥികൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് നയിച്ചവരുടെ കൂടി പരീക്ഷണ കാലഘട്ടം കൂടിയായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടം മാറിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. തീർച്ചയായും സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ എത്രമാത്രം നിർണായകമാണ് എന്നൊരു സാഹചര്യം സൂചിപ്പിച്ചു. ആവർത്തിച്ച് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, അത് ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രമൊക്കെ കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. പോളിംഗ് ശതമാനം എത്രമാത്രം ഉയരുന്നു, അല്ലെങ്കിൽ വലിയ വേരിയേഷൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നതൊക്കെ നോക്കണം. ഒരു നിസ്സംഗത നിലമ്പൂരിലെ ജനതയ്ക്കുണ്ട് എന്നത് പല ഘട്ടങ്ങളിൽ വിലയിരുത്തപ്പെട്ടതാണ്. ഓരോ വോട്ടർമാരുടെയും ഓരോ വോട്ടും പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെന്നിരിക്കെ മുഴുവൻ ആളുകളെയും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക, അതൊരു വാശിയായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കും എന്നാണ് കരുതുന്നത്. പോളിംഗ് ശതമാനം ഒരു തരത്തിലും കുറയാതെ സൂക്ഷിക്കുക എന്നതാണോ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നൽകുന്ന മുൻഗണന? പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മുന്നണികളുടെ സാധ്യതകളെ ബാധിക്കും, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. പ്രത്യേകിച്ച് അവരുടെ കണക്കെടുപ്പുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം അതിലുണ്ടാക്കുമെന്നത് വസ്തുതയാണ്. അവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം പ്രസക്തമാണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന പൊതുവികാരം പൊതുവിൽ നിലമ്പൂരിലുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണ കോലാഹലങ്ങളും നീക്കങ്ങളുമൊക്കെ നടന്നതുമാണ്. അപ്പോൾ അത് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അതിശക്തമായ പ്രചരണ സംവിധാനങ്ങൾ ഒരുക്കി വന്നത്. കാരണം കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തണം. ഒരുപക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ കേഡർ വോട്ടർമാർ സ്വാഭാവികമായും ബൂത്തുകളിലെത്തും. അതിനപ്പുറം നിഷ്പക്ഷ വോട്ടർമാരെ എത്ര കണ്ട് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു വെല്ലുവിളി മുന്നിലുണ്ട്. നാളത്തെ ഒരു ദിവസം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. രണ്ട് വെല്ലുവിളികൾ: ഒന്ന് കാലാവസ്ഥ പ്രതികൂലമായാൽ, മറ്റൊന്ന് ഉപതെരഞ്ഞെടുപ്പിനോട് പൊതുവിൽ ഒരു വിമുഖത ജനങ്ങൾക്കിടയിൽ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന തിരിച്ചടി. ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയമായ അവകാശവാദങ്ങൾ പ്രചരണത്തിലൂടെ സ്ഥാനാർത്ഥികളും മുന്നണികളും വോട്ടർമാരിലെത്തിച്ച കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് പോളിംഗ് ബൂത്തിലെത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കപ്പെടുന്നത് വരെ ഇത് നിർണായകമാണ്. അത് സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാക്കും. നിലമ്പൂരിൽ 2,80,000 വരുന്ന വോട്ടർമാരാണ് കണക്ക് പ്രകാരമുള്ളത്. ഇതിൽ 1,80,000 വോട്ടുകൾ സാധാരണ രീതിയിൽ പോൾ ചെയ്യപ്പെട്ടേക്കാം എന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം പോളിംഗ് ശതമാനത്തിൽ അത്ര മോശമൊന്നുമല്ല നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം. ഒരു കാര്യം കൂടി പരിശോധിച്ച് പോവാം. നമുക്കറിയാം, നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മുഖത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഇടമാണ്. പ്രത്യേകിച്ച് 2011 സെൻസസ് ആണ് നമുക്ക് മുന്നിൽ ഒരു ഔദ്യോഗിക കണക്കായുള്ളത്. അത് പ്രകാരം ഹിന്ദു വോട്ടർമാർ തന്നെയാണ് അവിടെ കൂടുതൽ. രണ്ടാം സ്ഥാനത്ത് മുസ്ലിം വോട്ടർമാർ എന്നതാണ് ജാതി തിരിച്ചുള്ള ഒരു കണക്ക് നോക്കാവുന്നത്. പക്ഷേ
സമീപകാല കണക്കുകൾ, അനൗദ്യോഗികമായ കണക്കുകൾ പ്രകാരം അത് മുസ്ലിം വോട്ടർമാരുടെ എണ്ണത്തിൽ തന്നെയാണ് പകുതിയിലധികവും കൂടുതൽ എന്നതാണ്. പിന്നീട് ഒരു സെൻസസ് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അതിലൊരു ഔദ്യോഗിക മുഖം കൈവരാത്തത്. പക്ഷേ അങ്ങനെ തന്നെയാണ് സാഹചര്യം. എന്തായാലും ന്യൂനപക്ഷ വോട്ടർമാർ നാളെ നിർണായകമാണ്, അവരുടെ വിധിയെഴുത്ത്. അതുകൊണ്ട് അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി വിവാദമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് മുസ്ലിം വിഭാഗത്തിലെ മറ്റൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ഇടതുപക്ഷം നടത്തിയ ശ്രമങ്ങളുണ്ട്. അതിന് മറുപടിയായി അവസാനഘട്ടം തിരികേശം വിവാദമടക്കം UDFും ഉയർത്തിവിടുന്നു. ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ്റെ ഒരു നാവുപിഴ എന്ന അവരുടെ വാദം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രസ്താവന എന്ന അവരുടെ വാദമുണ്ടെങ്കിൽ കൂടിയും ഈ പ്രസ്താവനയും വലിയ വിവാദമാവുന്നു. അത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയമാണെന്ന് ഇരു മുന്നണികളും വിലയിരുത്തിയിട്ടുമുണ്ട്. തീർച്ചയായും എന്തായാലും നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം പോലും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല നിലമ്പൂരിനെ എന്നത് വേണം നമ്മൾ നോക്കിക്കാണാൻ. ഏറ്റവും അവസാനം MV ഗോവിന്ദന്റെ പ്രസ്താവന പോലും ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സജിത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് പെർസെൻറ്റേജ് കുറയാതെ നോക്കുക. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിൽ എന്ന് തന്നെ പറയാം. അത് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നാളെ രാവിലെ തന്നെ പോളിംഗ് ആരംഭിക്കും. കാലാവസ്ഥ എങ്ങനെയുണ്ടത് എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. അതിതീവ്ര മഴയുടെ പ്രചരണ കാലമാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ നാളെയും കാലാവസ്ഥ അനുകൂലമാകുമെന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ്. പോളിംഗിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ? എങ്ങനെയാണ് സുരക്ഷ ഉൾപ്പെടെ എത്ര ബൂത്തുകൾ എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇതിൽ 7 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സാധാരണ രീതിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അത് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന തിരക്കാണ്. പോളിംഗ് ബൂത്തിലെത്തി ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വലിയ പ്രത്യേക സംവിധാനങ്ങളൊന്നും പോളിംഗ് ബൂത്തിൽ ഒരുക്കേണ്ടതില്ല. നമുക്ക് മുൻപിലുണ്ടായിരുന്നത് കോവിഡ് കാലത്ത് നടന്ന പോളിംഗ് ഒക്കെയാണ്. പക്ഷേ അത്തരം ക്രമീകരണങ്ങളൊന്നും ഒരുക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ ഏറെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയും അത് സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും നിലമ്പൂരില്ല. പക്ഷേ കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രസേന നേരത്തെ തന്നെ റൂട്ട് മാർച്ച് നടത്തി അവിടുത്തെ സംവിധാനങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇന്നലത്തെ കൊട്ടിക്കലാശ സമയത്ത് പോലും വലിയ ആവേശം പ്രകടമായെങ്കിൽ കൂടിയും ഒരു സംഘർഷങ്ങളും ഉണ്ടാവാതെ തന്നെ അത് അവസാനിപ്പിക്കാനുമായി. അങ്ങനെ പ്രശ്നബാധിത ബൂത്തുകൾ ഏതെങ്കിലും ഉണ്ടോ? പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. ആ പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലമ്പൂരിൽ അത്തരം വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. പൊതുവിൽ സമാധാനപരമായി തന്നെ പോളിംഗ് നടത്താനാണ് സാധ്യത. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏറെക്കുറെ സുഗമമായി തന്നെ പോളിംഗ് നടന്നേക്കും. സജിത്ത്, ഏറ്റവും അവസാനത്തെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നലെ കൊട്ടിക്കലാശത്തിൽ കണ്ടതാണ്. കൊട്ടിക്കലാശം കളറാക്കി എല്ലാവരും ഇരു മുന്നണികളും അല്ലെങ്കിൽ 3 മുന്നണികളും അത് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുമ്പോൾ അവിടെ നിന്ന് വേറിട്ട് ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു PV അൻവർ. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം എത്തുമ്പോഴും അൻവർ തന്നെയാണ് അവിടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. കാരണം